ഹായ് മക്കളെ, 2025 ജെഇമെയിന് വേണ്ടിയുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പുകളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുകയാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾ കെമിസ്ട്രിയിൽ ഈ വരുന്ന ജെഇമെയിന് ഏതൊക്കെ ചാപ്റ്ററുകളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 6 ചാപ്റ്ററുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം പറയാം ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയാണ്, GOC ആണ്. രണ്ടാമത് ഇൻഓർഗാനിക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 3 ചാപ്റ്ററുകളുടെ പേരുകൾ ഞാൻ പറയും. ഒന്ന് കെമിക്കൽ ബോണ്ടിങ് ആണ്, രണ്ട് D&F ബ്ലോക്ക് ആണ്, മൂന്നാമത്തേത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. ഫിസിക്കലിൽ നിന്ന് 2 ചാപ്റ്ററുകളാണ് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഒന്ന് ഇക്വിലിബ്രിയം, 2 ഇലക്ട്രോ കെമിസ്ട്രി. അപ്പൊ ഈ 6 ചാപ്റ്ററുകൾ മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിക്കരുത്. കാരണം നമുക്കറിയാം എല്ലാ ചാപ്റ്ററുകളും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ പിന്നെ ഈ 6 ചാപ്റ്ററുകൾ മാത്രം സാറ് പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ജെഇമെയിൻ്റെ പരീക്ഷകളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ, ചോദ്യപേപ്പറൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ 6 ചാപ്റ്ററുകളിൽ നിന്നാണ്. അപ്പോൾ ചില വർഷങ്ങളിലൊക്കെ ചില പേപ്പറുകളിലൊക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടോ കൂടിയും കുറഞ്ഞൊക്കെ വരാറുണ്ട്. എന്നാൽ പോലും മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ ഈ 6 ചാപ്റ്ററുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്ററുകൾ നമ്മൾ പഠിക്കണം, പഠിക്കാതിരിക്കരുത് ഒരിക്കലും. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ 2024 ജെഇമെയിൻ്റെ ചോദ്യപേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഫിസിക്കൽ കെമിസ്ട്രിയേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നുമാണെന്നുള്ള കാര്യം. അതും എല്ലാ ചോദ്യങ്ങളും NCERT ടെക്സ്റ്റ് ബുക്കിനുള്ളിൽ നിന്നായിരുന്നു. ഒരൊറ്റ ചോദ്യം പോലും NCERTക്ക് പുറത്ത് നിന്ന് ജെഇമെയിന് ചോദിച്ചിട്ടില്ല 2024. സത്യത്തിൽ അത് 2025 ജെഇമെയിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്കുള്ള ഒരു സൂചന കൂടിയാണ്. NCERTക്ക് പുറത്തുനിന്നുള്ള കണ്ടന്റുകളെക്കാൾ നിങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതും NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന നമ്മുടെ വേദപുസ്തകത്തെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവരും നിങ്ങൾക്കൊപ്പമുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.